ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങളല്ലേ എന്ന് ഹൈക്കോടതി. ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, ഹൈക്കോടതി ഈ റിപ്പോർട്ട് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിക്കുന്നത്? ഒപ്പം സർക്കാരിന്റെ വാദം എന്താണ് ഇത് സംബന്ധിച്ച്? അതായത് കോടതി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത് കേസെടുക്കാൻ നിയമപരമായി സാധ്യമാണോ എന്നതിന്റെ സാധ്യതയുണ്ടോ എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. കോടതി പറയുന്നത് ഈ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഗൗരവതരമായ വിഷയങ്ങളാണ്, ഗുരുതരമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ തുടർ നടപടികൾ എന്താണ് സാധ്യമാവുക എന്നുള്ളത് നിയമപരമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല ഇതിൽ അന്വേഷണം സാധ്യമാണോ എന്നതാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളത്. നേരിട്ട് കേസെടുക്കാനാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കൂ എന്നാണ് സർക്കാരിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു നിയമവശം എന്താണെന്ന് ലീഗലി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് പോകട്ടെ എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിലപാട്. സർക്കാർ അറിയിച്ചത് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് പ്രശ്നങ്ങളെല്ലാം സർക്കാരിന്റെ കൈവശമുണ്ട്, അത് റിപ്പോർട്ടായി ലഭിച്ചു, ആ റിപ്പോർട്ട് പുറത്തുവിട്ടു. പക്ഷേ ഒരു പ്രശ്നം, ഈ രഹസ്യമായി സൂക്ഷിക്കാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സർക്കാരിന്റെ കൈവശമില്ല. അതായത് കുറ്റാരോപിതരുടെ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രൈമിന്റെ വിവരങ്ങളും ഇപ്പോഴും കമ്മിറ്റിയുടെ കൈവശം തന്നെയാണുള്ളത്. അത് സർക്കാരിന്റെ കയ്യിലേക്ക് ലഭിച്ചിട്ടില്ല എന്ന വിവരവും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ കോടതി പറഞ്ഞത് ഏതായാലും ഇതിന്റെ തുടർ നടപടികൾ പരിശോധിക്ക്, തുടർ നടപടികൾ സാധ്യമാണോ എന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ക്രിമിനൽ കുറ്റത്തിന് തെളിവുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. കോടതി ഒരു നിർദ്ദേശമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഒരു സാധ്യത, അതിന്റെ ലീഗൽ വശം പരിശോധിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാദം കേട്ടുകൊണ്ടിരിക്കുക. സാലി, ഓൾറെഡി പുറത്തു വന്ന റിപ്പോർട്ടാണ്, പൊതുജന മധ്യത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ്. ഇപ്പോഴും ആ റിപ്പോർട്ടിന്റെ മുകളിൽ ചർച്ച നടക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരീക്ഷണങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് വന്നാൽ അത് ഈ റിപ്പോർട്ടിന്റെ തുടർ നടപടികളെ എങ്ങനെ ബാധിക്കും? കോടതി പറയുന്നതനുസരിച്ച് സർക്കാരിന് ചെയ്യേണ്ടി വരും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ആ വിവരങ്ങൾ എടുത്ത് ഹേമ കമ്മിറ്റിയിൽ നിന്ന് ഈ മറച്ചുവെച്ച ഭാഗങ്ങൾ ശേഖരിച്ച് ആരൊക്കെ കുറ്റവാളികളാണ് അല്ലെങ്കിൽ ആർക്കെതിരെയൊക്കെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നതിനനുസരിച്ച് FIR ഇടാൻ കോടതി പറഞ്ഞാൽ സർക്കാരിന് ചെയ്യേണ്ടി വരും. കോടതി പറഞ്ഞാൽ മാത്രമേ സർക്കാരിന് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമപരമായ സാഹചര്യം. കോടതി ഇപ്പോൾ പരിശോധിക്കാൻ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ തുടർ നടപടികൾ സാധ്യമാണോ, ക്രിമിനൽ കേസ് എടുക്കാൻ സാധ്യമാണോ, ക്രിമിനൽ കുറ്റത്തിന് തെളിവുണ്ടോ, അതിന് കേസെടുക്കുന്നതിന്റെ നിയമവശം എന്താണ്, കേസെടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ അഭിഭാഷകൻ അതിന്റെ സാഹചര്യം വിശദീകരിക്കാൻ, ഈ റിപ്പോർട്ട് എങ്ങനെ വന്നു, റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സാഹചര്യം എന്താണ്, ഈ റിപ്പോർട്ട് പുറത്ത് ശരി സാലി, വ്യക്തമാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങളല്ലേ എന്ന് ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നു. ക്രിമിനൽ നടപടി ആവശ്യമുള്ള പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. റിപ്പോർട്ട് പുറത്തുവിട്ടതായി സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് പൊതുജന മധ്യത്തിലാണ്. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. ഹൈക്കോടതി ചോദിക്കുന്ന ഒരു കാര്യം, കുറ്റാരോപിതരുടെ വിവരങ്ങൾ അത് ലഭിച്ചത് സംബന്ധിച്ച് കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനുള്ള ഒരു നിയമോപദേശം തേടാനാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സാധ്യമായ എന്ത് നടപടിയാണ് സർക്കാരിന് എടുക്കാൻ കഴിയുക എന്ന വ്യക്തമായ നിയമോപദേശം തേടുക, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കാൻ കഴിയുമോ എന്ന കാര്യങ്ങൾ അത് സർക്കാരിനോട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിച്ച്, അത് പഠിച്ച് നിയമസാധുത പരിഗണിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം സാധ്യമാണോ, ഏതെങ്കിലും തരത്തിൽ തുടർ നടപടികൾ സാധ്യമാണോ, ഈ റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ കേസ് എടുക്കാൻ കഴിയുമോ എന്ന് നിയമോപദേശത്തിന് ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാൻ, ആ ഒരു നിയമോപദേശം തേടാനാണ് ഇപ്പോൾ ഈ ഒരു പൊതു താൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയത്. കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത്, അതായത് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത്, ഈ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിച്ചത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ അടക്കം സർക്കാർ പരിഗണിച്ച് ഇതിൽ ക്രിമിനൽ നടപടി സാധ്യമാണോ, തുടർ അന്വേഷണം സാധ്യമാണോ, തുടർ നടപടികൾ ഏതൊക്കെ തരത്തിൽ സർക്കാരിന് തുടർ നടപടികൾ കൈക്കൊള്ളാൻ കഴിയും എന്ന് നിയമോപദേശം തേടിയ ശേഷം, നിയമസാധ്യമായ എല്ലാ കാര്യങ്ങളും ഉപദേശമായി തേടിയ ശേഷം ഇതിലൊരു തുടർ നടപടി എടുക്കാം, അതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ വാദം നടക്കുന്നതിനിടെ ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നത്. ഇതിൽ സർക്കാർ പറഞ്ഞ കൃത്യമായ ഒരു കാര്യമുണ്ട്. നിലവിൽ ഓൾറെഡി തന്നെ ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടു കഴിഞ്ഞിരിക്കുന്നു.
ഈ പുറത്തുവിട്ട റിപ്പോർട്ട് പൊതുജന മധ്യത്തിലാണ് ഇപ്പോഴുള്ളത്. അതിനാൽ തന്നെ ഏതൊക്കെ തരത്തിലാണ് ഇനി മുന്നോട്ടുള്ള തുടർ നടപടികൾ സാധ്യമാവുക എന്ന തരത്തിലൊരു നിയമോപദേശം കിട്ടിയാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാനാകൂ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഇല്ല എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൽ ഇനി എന്താണ് തുടർ നടപടി എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഈ റിപ്പോർട്ട് എന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളെന്നും കോടതി ഈ വാദത്തിനിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുറ്റാരോപിതരുടെ വിവരങ്ങൾ സർക്കാരിൻ്റെ പക്കലില്ല, ഒരു തരത്തിലുള്ള മൊഴിയും സർക്കാരിൻ്റെ ഭാഗത്തില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാത്ത ഭാഗത്തുള്ള കൃത്യമായ വിശദാംശങ്ങൾ സർക്കാരിൻ്റെ പക്കലില്ല. അത് വിവരാവകാശ കമ്മീഷൻ്റെ പക്കൽ മാത്രമാണുള്ളത്. അത് സർക്കാരിലേക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഒരു ക്രിമിനൽ നടപടികളിലേക്ക് ഈ നിലവിൽ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു ക്രിമിനൽ നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു നിയമസാധ്യത നിലവിൽ നിൽക്കുന്നില്ല.